വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ ഉടൻ വരുന്നു. വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ് ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം. ഓപ്പണിംഗ് ഷോർട്ട്ലി. ദോശ ഡൈൻ. ഫോൺ 9447670162 9207404805. ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്ന വിഷയത്തിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായി ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും കേരള കലാമണ്ഡലവും സംയുക്തമായി ജൂൺ 21 ശനിയാഴ്ച യോഗാ നൃത്തവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങ് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി.സി. ദീപ് അധ്യക്ഷത വഹിക്കും. പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാമെന്ന് പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി.സി. ദീപ്, ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ. തമിഴ് സെൽവൻ, റിസർച്ച് ഓഫീസർ ഡോക്ടർ പി. പ്രദീപ് കുമാർ, റിസർച്ച് ഓഫീസർ ഡോക്ടർ ബിനിത സുജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണമാണ് വരുന്നത്. ഈ വരുന്ന ജൂൺ 21 ഈ പ്രോഗ്രാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ ഹെൽത്ത്, വൺ എർത്ത്, വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത്, വൺ ഹെൽത്ത് എന്നതാണ്. ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ. ഇത് 11ാമത്തെ വാർഷികമാണ് യോഗാ ദിനത്തിൻ്റെ. ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഈ വർഷത്തെ ആഘോഷങ്ങൾ യോഗയിലൂടെ സമഗ്ര ആരോഗ്യത്തിനും പരിസ്ഥിതി സൗഹാർദ്ദത്തിനുമുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയിട്ടാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ ഒരു ആഗോള പ്രസ്ഥാനമായിട്ട് യോഗ വളർന്നു കഴിഞ്ഞു. കോടിക്കണക്കിന് ആളുകൾ ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യത്തിനായി യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഈ വർഷത്തെ യോഗാ ദിനം 10 പ്രധാന പരിപാടികൾ നടത്തുന്നത്. അതിലൊരെണ്ണം യോഗ ബന്ധൻ എന്നുള്ളതാണ്. അത് ഗ്ലോബൽ എക്സ്ചേഞ്ച് ഓഫ് നോളജാണ്. യോഗയുടെ അറിവുകൾ ലോകത്തിന് തന്നെ പങ്കുവയ്ക്കുന്ന രീതിയാണ്. യോഗ പാർക്ക് എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് 1,00,000 യോഗ പാർക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലും ഒരു യോഗ പാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ യോഗ സമാവേശി എന്നുള്ള പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ, ഇപ്പോൾ ഗർഭിണികളും കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ഗ്രൂപ്പുകൾക്കായിട്ടുള്ള പ്രത്യേകമായി യോഗ ചെയ്യേണ്ട ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. യോഗ പ്രഭാവ് എന്നുള്ളത് 10 വർഷം കൊണ്ട് യോഗ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഹരിത് യോഗ എന്നുള്ള ചെടികൾ നടുക, ക്ലീനിങ്, നാച്ചുറൽ വാക്ക് എന്നിങ്ങനെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഹരിത് യോഗ അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതൽ ചെടികളൊക്കെ വാങ്ങി ഇവിടെ പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യോഗ അൺപ്ലഗ്ഡ് എന്നുള്ളത് ഈ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും യുവാക്കളിൽ ഇതിൻ്റെ പ്രാധാന്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. യോഗ മഹാകുംഭം എന്നുള്ളത് 10 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട ടൗണുകൾ വിശാഖപട്ടണം, നാഗപ്പൂർ, മുംബൈ ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ യോഗ സംഘം എന്നുള്ള രീതിയിൽ അതാണ് നമ്മൾ ഈ കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ 300 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം. ഇത് ജൂൺ 21 രാവിലെ 6:45 തുടങ്ങി 8 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. 6:30 അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. 300 ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലുള്ളതും കലാമണ്ഡലത്തിലുള്ള കുട്ടികളുണ്ടാവും. പിന്നെ പൊതുജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണത്. പിന്നെ യോഗ കണക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആളുകളെ കണക്ട് 10 പേരെങ്കിലും അവിടെ ഇൻ്റർനാഷണൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ കണക്ട് എന്നുള്ളത്. ഇത്രയും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് ഇന്ത്യയിൽ മൊത്തത്തിൽ യോഗാ ദിനം ആചരിക്കുന്നത്. മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായിട്ടാണ് ഈ വർഷത്തെ യോഗാ ദിന ആഘോഷം. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് ഈ അവെയർനെസ് ക്ലാസ്സുകൾ പബ്ലിക്കിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 13ഓളം യോഗ ക്ലാസ്സുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ യോഗ ഡെമോൺസ്ട്രേഷൻ സ്റ്റാഫിനും രോഗികൾക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ യോഗ ഡെമോൺസ്ട്രേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും 250ഓളം ആളുകൾ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികളായിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം കോമൺ യോഗ പ്രോട്ടോക്കോൾ എന്നുള്ളതനുസരിച്ച് എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള യോഗ വെച്ചിട്ട് നമ്മളൊരു മണിക്കൂറോളം നമ്മൾ യോഗ ചെയ്യുന്നതാണ്. അതോടനുബന്ധിച്ച് കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളും കൂടി യോഗ വെച്ചിട്ടുള്ള ഡാൻസും മറ്റുള്ളതൊക്കെ ആയിട്ടുള്ള കുറച്ച് കലാപരിപാടികളും കൂടി കലാമണ്ഡലത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മളുടെ പ്രോഗ്രാം ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 21/6/2025
നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഞ്ചകർമ്മ നടത്തുന്നതാണ്. ഈ പ്രോഗ്രാം നമ്മൾ കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാമോட ഇനാഗുറേഷൻ ഡോക്ടർ പി രാജേഷ് കുമാർ, രജിസ്ട്രാർ കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡോക്ടർ വി സി ദീപ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻചാർജ് നാഷണൽ ആയുർവേദ റിസർച്ച് പഞ്ചകർമ്മ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ചെയ്യും. പിന്നെ അവിടെ 1 hour പ്രോഗ്രാം കോമൺ യോഗ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു 1 hour ഡെമോൺസ്ട്രേഷൻ ഫോർ എനി പേഴ്സൺസ്, കോമൺ മാൻ, സ്റ്റുഡൻസ്, കുട്ടികളെല്ലാം എളിമയാണ് രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള 1 hour പ്രോഗ്രാം പ്രോട്ടോക്കോൾസാണ് അത്, കോമൺ യോഗ പ്രോട്ടോക്കോൾ. ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് ശ്രീ രാജേഷ് പൊക്കാടത്ത് ആണ് അവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ശേഷം ഒരു യോഗ ഡാൻസ് നമ്മുടെ പഞ്ചകർമ്മ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, ഒരു യോഗ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പ്രോഗ്രാം വഴി കൂടെ പൊതുജനങ്ങൾ യോഗയെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കിട്ടണം, അവർ ഡേ ടു ഡേ ലൈഫിൽ ഇത് ഫോളോ ചെയ്യണമെന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം 6:45 മണിക്ക് രാവിലെ 6:45 തൊട്ട് 8 മണി വരെയുമാണ് പ്രോഗ്രാംസ് ഉള്ളത്. ഈ പ്രോഗ്രാമുക്ക് എല്ലാ പൊതുജനങ്ങളും ക്ഷണിക്കുകയാണ്. പിന്നെ ഈ പ്രോഗ്രാമോട് ബന്ധപ്പെട്ടുള്ള യോഗ കിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരും. അതിൽ യോഗ മാറ്റ്, പിന്നെ യോഗ ടീഷർട്ട്സ്, അങ്ങനെ ട്രൗസേഴ്സ് ഇത് ഉണ്ടാവും. പിന്നെ റിഫ്രഷ്മെൻറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ശേഷം 8 o'clock ശേഷം റിഫ്രഷ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 21/6/2025 NRIP ചെറുതുരുത്തിയും പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിയും കലാമണ്ഡലം ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക, നല്ല രീതിയിൽ വിജയമാക്കുക. അന്താരാഷ്ട്ര യോഗ ദിന ആചരണത്തോടനുബന്ധിച്ച് 100,000 സ്ഥലങ്ങളിൽ കോമൺ യോഗ പ്രോട്ടോകോൾ ഡെമോൺസ്ട്രേഷൻ 21/6/2025 സംഘടിപ്പിക്കണമെന്നാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ ആഹ്വാനം. അപ്പോൾ ഇതനുസരിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് yoga.ayush.government.in എന്ന ഒരു പോർട്ടലിൽ കയറി ഒരു കൂട്ടായ്മ, അതായത് സ്കൂളാവട്ടെ എന്തെങ്കിലും സംഘടനകളാവട്ടെ ആർക്ക് വേണമെങ്കിലും അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കൂട്ടത്തോടെ കോമൺ യോഗ പ്രോട്ടോകോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുകയും അതുവഴി ഈ പരിപാടിക്ക് ശേഷം ഒരു ഫോട്ടോഗ്രാഫ് ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ആയുഷിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം 100,000 സ്ഥലങ്ങളിൽ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തണം എന്നാണ്. അപ്പോൾ അതിന് പൊതുജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതും കൂടി എല്ലാ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇൻ്റർനാഷണൽ ഡേ യോഗ ജൂൺ 21 എല്ലാ വർഷവും ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ യോഗ അനുബന്ധിച്ച് ഒരു കോമൺ യോഗ പ്രോട്ടോക്കോൾ എന്നുള്ള കാര്യം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശത്ത് വിദേശത്തെ എല്ലാ സ്ഥലത്തും ഇത് അവരവരുടെ ദൈനിക ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ആയി വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രസ് റിലീസ് ഉണ്ടായിരുന്നു ആയുഷ് മന്ത്രിയുടെ. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോലെയുള്ളൊരു ബെനിഫിറ്റ്സ്, അസുഖം വന്നിട്ട് ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളും ബെനിഫിറ്റ് യോഗ ഡെയിലി റൊട്ടീനിൽ ചെയ്തിട്ട് ഹെൽത്ത് പ്രൊമോഷനിൽ വേണം ഈ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഡെയിലി ഒരു 1 hour ഒരു യോഗ പ്രോട്ടോക്കോൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ഹെൽത്ത് വളരെയധികം നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ യോഗ പ്രോട്ടോക്കോളിലൂടെ ഉദ്ദേശിക്കുന്നത്.